പാവം ഇവൻ ഈ ലോഡ് മൊത്തം ഇവൻ എന്നെ കയറ്റണം, ഇവൻ എന്നെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഹലോ ഗൈസ്, എന്തെല്ലാം സുഖമല്ല എല്ലാവർക്കും? അതന്നെ ഇന്ന് ക്ലിപ്പ് ബൈറ്റിൽ കണ്ട പോലെ തന്നെ സംഭവം. ഇന്ന് ട്രാവൽ വീഡിയോ ഒന്നുമല്ല. ഇന്ന് ഞാൻ വെറുതെ ഈ ദുബായിൽ കിടന്നിങ്ങനെ കറങ്ങാൻ പോവാണ്. ഒന്നുമില്ല, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ കൂടെയാണ് ഇന്ന് യാത്ര. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ മൊത്തമായിട്ട് കാണാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംഭവം മൊത്തം മനസ്സിലാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണാൻ നോക്കുക മൊത്തം വീഡിയോ. അപ്പോൾ കമോൺ. ഇപ്പോൾ നമ്മളുള്ളത് അവൻ്റെ വീടിൻ്റെ പുറത്താണ്. അപ്പോൾ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. വരും ആശിക്ക്, ഇതാണ് ആശിക്ക്. എടാ മാസ്കൂര് ആൾക്കാർ ആരാന്ന് അറിയട്ടെ. ഇത് ആശിക്ക്. നല്ല വെയിലാണ് ഇപ്പോൾ വണ്ടി. എന്നിട്ട് നമുക്ക് വണ്ടി ഇരുന്ന് വിശേഷം പറയാം അല്ലേ? അപ്പോൾ നമ്മൾ ആശിക്കിനെ ഇൻട്രോ ചെയ്ത്, പക്ഷെ അവൻ എന്താ ചെയ്യുന്ന എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ആശിക്കിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആശിക്ക് ഇവിടെ തെറ്റിലാണ്. ആശിക്കേ, എന്താ നിൻ്റെ പരിപാടി? നീ എന്താ ചെയ്യുന്നത്? സെയിൽസ് ആണ്. ആശിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൻ സെയിൽസ്മാനാണ്. ഫിലിപ്പീനോ പ്രൊഡക്ട്സിൻ്റെ വാൻ സെയിൽസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഞാൻ ഈ വാൻ സെയിലിൽ പോയിട്ടില്ല, എന്താ സംഭവം അറിയില്ല എനിക്ക്. ഞാനപ്പോൾ ആലോചിച്ചത് ഇവൻ്റെ കൂടെ ഇന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ അറിയാമെന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട്. ആശിക്കേ പറയടാ, എന്താ നിൻ്റെ ഐറ്റംസ് വെച്ചാൽ ഫിലിപ്പിനോ ഫുഡ് തന്നെ നീ പറഞ്ഞാൽ. പിന്നെ വെച്ചാൽ നമുക്ക് ഇന്ന് ഡെലിവറി ഉള്ളത്. ഇന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി ഡെലിവറി ഉണ്ട്. കുറച്ച് സ്ഥലത്ത് ഓർഡർ എടുക്കാൻ പോകണം, കുറച്ച് സ്ഥലത്ത് ഡെലിവറി. അതെന്തായാലും നമുക്ക് പോകുന്ന നോക്കി കാണാം. ഫസ്റ്റ് നമുക്ക് പോകേണ്ടത് ഇപ്പം റാഷിദിയിലാണ് നമുക്ക് പോകേണ്ടത് അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആശിക്ക് എന്തൊക്കെ സാധനമാണ് ഇവിടെ കൊടുക്കണത് ഞാൻ കാണിച്ചു തരാം. ആശിക്ക് ഇത് കണ്ടില്ലേ, ഇത്ര സാധനങ്ങളുണ്ട് ഇവൻ്റെ വണ്ടിയിൽ. എടാ ഇത് മൊത്തം ഡെലിവറി ചെയ്യാനുള്ളതാ? ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാ? ഇന്നത്തെ ഡെലിവറി പോയത് നമ്പർ 6. ഇതാണ് കപ്പൽ, അതാണ് പണി. അപ്പോൾ ഇത് നീ എങ്ങനെ ഈ പെട്ടികൾ നിനക്ക് കൊടുക്കണ്ടേ? ഏതൊക്കെ മനസ്സിലാകുക? നമ്പർ ഉണ്ടാവും, ഓരോ പെട്ടികളായിട്ട് നമ്പർ ഉണ്ടാവും അല്ലേ? ഇതുപോലെ നമ്പർ. അപ്പോൾ ഇൻവോയ്സിൽ അത് ഏതാ നമ്പർ അത് വെച്ചിട്ട് നീ കൊടുക്കുമല്ലേ? എടാ, അപ്പോൾ നിൻ്റെ കയ്യിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്? ഇതൊക്കെയല്ലേ? അത് നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡാണ്. ഏതാണ്? ഫിലിപ്പിനോ ബെസ്റ്റ്. ഇതാണല്ലേ ബ്രാൻഡ്? അപ്പോൾ അവൻ സാധനങ്ങളൊക്കെ എടുക്കട്ടെ, സോർട്ട് ഔട്ട് ചെയ്യട്ടെ. അതുകൊണ്ട് ഇത്ര സാധനങ്ങളുണ്ട്. ഇതെങ്ങനെയെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നല്ലേ ഐഡിയ മനസ്സിലായത്. ബില്ലിൻ്റെ മുകളിൽ തന്നെ നമ്പറുണ്ട്. ആ നമ്പർ പോലെ തന്നെ ഈ നമ്പർ നോക്കി സോർട്ട് ഔട്ട് ചെയ്ത് അവൻ ആ കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. പാവം ഇവൻ ഈ ലോഡ് മൊത്തം ഇവൻ എന്നെ കയറ്റണം, ഇവൻ എന്നെ കൊണ്ടുപോയി കൊടുക്കണം. ഇനി ഇത്ര പെട്ടികളുണ്ട് കേട്ടോ അവന് കൊടുക്കാൻ വേണ്ടി. ഇഷ്ടംമാതിരി സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫിലിപ്പിനോ ഫുഡ് സ്റ്റഫ്സാണ്. ഇത് മൊത്തം കൊണ്ടുപോയി കൊടുക്കണം. അവൻ എന്നെ ഇറക്കും, അവൻ എന്നെ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോൾ ഒരു അരിച്ചാക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇനി അടുത്തത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്തായാലും ഇന്ന് ഞാനുള്ളതുകൊണ്ട് അവനെ ഒന്ന് സഹായിക്കട്ടെ.
हम सी फूड बोला हाँ बोला हम बोला तुम बोला हाफ ग्रीन हाफ वो ही हम बोला ना सी फूड बोला तो सी फूड नहीं बोला नहीं नहीं वो आया था ना ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാണ് കേട്ടോ. അവൻ കൊണ്ടുപോയി കൊടുത്ത സാധനം ചെക്ക് ചെയ്യാണ് ഇൻവോയ്സ് വെച്ചിട്ട് എല്ലാ സാധനവും ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെറുതെ അവൻ്റെ ജോലിക്ക് ഞാനൊരു തടസ്സം നിൽക്കണ്ടല്ലോ വെറുതെ ഇരുന്ന്. അപ്പോൾ അവൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചറിയട്ടെ. വെറുതെ കടക്കാരൻ ചൂടായതൊന്നുമല്ല കേട്ടോ, അവൻ വെറുതെ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമുള്ളവരാണ്. ചോദിക്കട്ടെ ഇനി വന്നിട്ട് എന്താ സംഭവം. ആഷിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത് നമുക്ക് അവനോട് തന്നെ ചോദിച്ചറിയാം. ആഷിക്ക് ഉള്ളിൽ എന്താ സംഭവിച്ചറിയാ? സംഭവിച്ചൊന്നുമില്ല, ഒരു സാധനം പറയാത്തത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വെറുതെ പറഞ്ഞത്. വെറുതെ പറയുന്നത്, വെറുതെ പറഞ്ഞല്ലേ, അങ്ങനെയാണ് ചൂടാക്കാൻ വേണ്ടി പറയുന്നത്. പാകിസ്ഥാനും ഇന്ത്യൻ്റെ സ്നേഹം. പാകിസ്ഥാനില്ല, അത് ഇറാനിയാണ്. ഇറാനിയാണല്ലേ? ഇറാനി ഹിന്ദി പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത കടയിലോട്ട് പോവാം അല്ലേ? യെസ്. ഇനി എത്ര കടയുണ്ട് ഇനി? കുറേ ഉണ്ട് മോനെ. എന്നാലും ഒരു ഉദ്ദേശം എത്ര ഉണ്ടാവും? പോയി ബാക്കിലേക്ക് പോയി പോയല്ലേ? എന്താ പോയത്? ഒന്നും പോയിട്ടില്ലടാ. പറഞ്ഞു ആ എല്ലാം ശരി തന്നെ, എല്ലാം ശരി തന്നെ. പോട്ടെ. ഇനി അടുത്ത അതിൻ്റെ ഇടയിൽ കൂടി അല്ലേ ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം ആണല്ലേ? പോണ വഴിക്ക് കാണാമല്ലോ. മീൻസ് കുറേ പേര് രണ്ടുണ്ടാവും. പിന്നെ എനിക്കൊക്കെ അവിടെ പോയിട്ട് വെച്ചാൽ നല്ല ഫീൽ. എന്താ പറയുക, ഒരു നാട്ടിൽ പോയ ഒരു വയനാട്ടിലൊക്കെ പോയിട്ടില്ല. ആ അപ്പോൾ ഇവിടെയും വയനാട് ഉണ്ടെന്നാണ് നീ പറയുന്നല്ലേ? ആ വയനാട് വെച്ചാൽ കുറച്ച് കാട്, അതായത് മീൻസ് ബാക്കി കാണാം. അതല്ലേ ആണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ 3 കടയല്ലേ ഡെലിവറി ചെയ്തതിന്? 3 കട ഡെലിവറി ചെയ്തതിന്. ഇനി അടുത്തെന്താ പരിപാടി? അടുത്തത് ഇനിയിപ്പം പോകേണ്ടത് കവനിച്ച് ഏരിയ. അവിടെയുണ്ട് ഒരു 1 2 3. അവിടെ 3 അല്ലേ? അവിടെ 3 ഉണ്ട്. ആ, അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പോൾ ഇത് നീ വാൻ സെയിൽസ് ഒക്കെ ചെയ്യണോണ്ടേ ഇതിൻ്റെ ബ്രേക്ക് ടൈം നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളും? ടൈം വെച്ചാൽ ഡിപ്പെൻസ് ആണ്. പണി ഉണ്ടെങ്കിൽ അതുപോലെ നടക്കും. പിന്നെ ചിലപ്പം റൂമിലെത്താണെ റൂമിൽ ഭക്ഷണം കഴിക്കും. റൂമിന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാം. അപ്പോൾ ഇപ്പോൾ ഇനി ഇപ്പോൾ സമയത്തായി 1:30. അപ്പോൾ ഇനി നീ എപ്പോഴാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കണം? ഓർമ്മിപ്പിക്കല്ല. ആ സോറി അല്ലയാ, വിശക്കുണ്ടല്ലേ? എനിക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നോക്കാം, പോകുന്ന വഴിക്ക് കവനിച്ചിലേക്ക് കയറിയിട്ട് കാര്യമില്ല. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, കയറി എവിടെയെങ്കിലും നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ കിസൈസ് പിടിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഡെലിവറി കഴിഞ്ഞിട്ട് ഫുഡ് അടിയല്ലേ? നോക്കാം, പോകുന്ന വഴിക്ക് എവിടെയാണോ എന്താണ് അതേപോലെ നീങ്ങാം. അതേപോലെ അല്ലേ? അപ്പോൾ കമാൺ ലെറ്റ്സ് ഗോ. കട്ട ബ്ലോക്കാണല്ലേ? കട്ട ബ്ലോക്കാണ്. യൂട്ടേൺ അടിക്കണോ നേരെ പോകണം? യൂട്ടേൺ അടിച്ചാൽ ഡെലിവറിയാണ്, നേരെ പോയി ഫുഡാണ്. ഞാൻ പറയും ഞാൻ പറയുകയാണെങ്കിൽ ഫുഡേ പറയുള്ളൂ. അല്ല ഞാനും പറയാം, എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാം. ഫുഡ് കഴിച്ച് പോകല്ലേ? കമാൺ ലെറ്റ്സ് ഗോ. പോകുന്നത് എവിടെ അറിയോ? അതായത് കിസൈസിൽ കോഴിക്കോട് സ്റ്റാർ. കോഴിക്കോടൻ സ്റ്റാർ അല്ലേ? ആ ഞാനും കുറേ ബ്ലോഗൊക്കെ കണ്ടിട്ടുണ്ട്. കോഴിക്കോടൻ സ്റ്റാർ അല്ലേ? അടിപൊളിയല്ലേ? അപ്പോഴെന്തായാലും കോഴിക്കോടൻ സ്റ്റാറും കാണിക്കാൻ പറ്റും അല്ലേ? ഫുഡും കഴിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറയാനും പറ്റും. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്ന്. ഒന്ന് ഫുഡിൻ്റെ റിവ്യൂവും പറയാം, ഇന്ന് നിന്നെയും കാണിക്കുകയും ചെയ്യായി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബിരിയാണി, കോഴിക്കോടൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ്, അതാണ് കേട്ടോ. കോഴിക്കോടൻ ബിരിയാണി ഇല്ല, കോഴിക്കോടൻ ബിരിയാണിയാണ്. ലഗോൺ ബിരിയാണി ഫേമസ് ആണ്. ആ അതെ, കോഴിക്കോടൻ സ്റ്റാർ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി അപ്പോൾ ഇനി പാർക്ക് ചെയ്യണോ അല്ലേ? ആ, അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത്, അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് നടക്കണം അല്ലേ? എടാ ഈ കോഴിക്കോടൻ സ്റ്റാർ എവിടെ ഉള്ളത്? കിസൈസിലല്ലേ? കിസൈസിലുണ്ട്, കറാമലുണ്ട്, പിന്നെ ഒന്ന് ഡേരയിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കിസൈസിലുള്ള കോഴിക്കോടൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 2 മെട്രോ സ്റ്റേഷനുണ്ട്. 2ൻ്റെയും നടുക്കാണ് ഈ കോഴിക്കോടൻ സ്റ്റാർ ഉള്ളത്. എടാ ഈ മെട്രോ സ്റ്റേഷൻ ഏതൊക്കെയാണ്? മെട്രോ സ്റ്റേഷൻ്റെ പേര് എനിക്ക് പറ്റുന്ന ഒന്ന് ലാസ്റ്റ് എത്തിസലാത്താണ്. അത് ഞാൻ കറക്റ്റായിട്ട് എയർപോർട്ട് ഫ്രീ സോണ്. ആ ഫ്രീ സോൺ, അത് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരണ്ടേന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറട്ടെ. നമ്മൾ ഉള്ളിൽ കയറി.
അപ്പോൾ നോക്കിയപ്പോൾ മുട്ടൻ തിരക്ക്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടുത്തെ ബിരിയാണി അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല, ഇവൻ എന്നെ കൊണ്ടുവന്നു. കാര്യമുണ്ടോ? വെയിറ്റ് ചെയ്ത കാര്യമുണ്ട്, വെയിറ്റ് ചെയ്യണതിൽ കാര്യമുണ്ട്. അപ്പോൾ കഴിച്ചതിനും കഴിക്കട്ടെ, കയറട്ടെ അല്ലേ. അപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ വണ്ടിയിൽ വന്നിപ്പോൾ ഇരിക്കുകയാണ്. ആഷിക്ക് ക്ഷീണിച്ചു പോയി, കഴിച്ച് ക്ഷീണിച്ച് ഒരു അവസരമായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ കഴിച്ചത് ലഗൂൺ ബിരിയാണിയാണ്. അപ്പോൾ ഒരു ബിരിയാണിക്ക് 14 ദിർഹംസ് ഉള്ളൂ. ലാവിഷാണ്. വാഴയിലയിൽ അങ്ങോട്ട് ചൂട് ബിരിയാണിയില്ലേ അങ്ങോട്ട് പൊട്ടിത്തരും. നല്ല മുഴുത്ത ചിക്കൻ പീസൊക്കെ ഉണ്ട് അതിനകത്ത് കഴിക്കാൻ വേണ്ടി. ചോറങ്ങോട്ട് തീർന്ന പിന്നെയും വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. ഞാൻ പിന്നെ ഇതൊരു ഫുഡ് ബ്ലോഗായി പോകുമെന്ന് പറഞ്ഞിട്ടാണ് കൂടുതലൊന്നും വീഡിയോ എടുത്തില്ലാത്തത്. അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധനം അന്വേഷിച്ചായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇപ്പം 2 മെട്രോ സ്റ്റേഷൻ്റെ നടുക്കാണെന്ന് പറഞ്ഞു. ഒന്ന് കിസൈസ് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ഒരെണ്ണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദുബായ് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനാണ്. ഇത് രണ്ടും ഗ്രീൻ ലൈനിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിലോട്ട് വരാം കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് ഒരു ബ്ലോഗ് എന്തായാലും ചെയ്യേണ്ടതാണ്, അത്രയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരണമെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ. വന്ന് ട്രൈ ഒക്കെ ചെയ്യാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് തന്നെ പോകും. നമ്മൾ ചിലപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മൾ ജോലിക്ക് ഇറങ്ങിയത് അല്ലേ, ജോലിക്ക് ഇറങ്ങിയിട്ട് ഇപ്പം തീറ്റ കാരണമുണ്ട്. നിങ്ങൾ പറയാണ്ട് ആശിക്കുന്ന എനിക്ക് ഭക്ഷണത്തിന് പറയാൻ. ഭക്ഷണം കഴിച്ചിട്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം ആണല്ലേ. അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത എങ്ങോട്ടാ? കവനീച്ച്. ശരിയാണല്ലോ, നമ്മൾ ആദ്യം പോകാൻ നിന്നാണല്ലോ, എന്നിട്ടാണല്ലോ നമ്മൾ വിശന്നിട്ട് കവനീച്ച് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നല്ലേ. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് വിട്ട സമയം ഇവിടെ കുറച്ച് സ്കൂളിലൊക്കെ ഇപ്പോൾ വന്ന വഴിക്ക് കുറച്ച് ഒരു സ്കൂളൊക്കെ ഓപ്പൺ ആയിരുന്നല്ലോ, ആയിട്ടില്ലല്ലേ. തിരക്ക് ചിലപ്പം കിസൈസിൽ നിന്ന് ഷാർജയ്ക്ക് പോകുന്നത് നേരത്തെ പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ തിരക്കാണ്. 2 മണിയല്ല, ഓഫീസൊക്കെ 2 മണിയാണ്ടാവും. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, തിരക്ക് സ്റ്റാർട്ടായി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോട്ടെ. ട്രാഫിക് മുമ്പിലാണ് കിടക്കുന്നത്. കാണിച്ചത് കണ്ടോ? ഇതാണ് ഇവിടുത്തെ ട്രാഫിക്, കണ്ടില്ലേ? ഇങ്ങനെ എഴഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ആശയ്ക്ക് അപ്പോൾ സ്ഥലത്തെത്തി, അടുത്ത ഡെലിവറി തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് ടു വർക്ക്. അപ്പോൾ ഇനി അവന് ഇവിടെ നിന്ന് 5-6 കാർട്ടൺ ഉണ്ട്. ഞാനിന്നിപ്പോൾ കുറച്ച് നേരം വണ്ടിയിൽ തന്നെ AC കൊണ്ടിരിക്കാൻ പോവാണ്. അപ്പോൾ അവൻ കൊടുത്ത് കഴിയട്ടെ, തിരിച്ചു വരട്ടെ. ഞാനപ്പോൾ വണ്ടിയിൽ നിന്ന് കുറച്ച് നേരം ഇറങ്ങിയിരുന്നാണ് സംഭവം എന്താണെന്ന് കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാം മനസ്സിലായത് ഇതൊരു ഗുദാമിലാണ്. ഇവിടെ ഫുള്ള് അറബികളുടെ വീടാണ്. അപ്പോൾ ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രോസറി മാത്രമേ ഉള്ളൂ തോന്നുന്നു. അതിലൂടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് അറബികളുടെ സെറ്റപ്പ് വീടൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ ബാക്കിൽ ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ബസ് സ്റ്റോപ്പാണെന്ന് പറയേയില്ല. ഒരു ബസ് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ബസ് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബസ് സ്റ്റോപ്പാണ്. ആശയ്ക്ക് നീ എന്താ ചെയ്യണത്? ഇതൊക്കെ ഒതുക്കി വെക്കണോ അല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട്? നീ എന്നാ ചെയ്യണോ? അല്ല നമ്മൾ ഇതൊരു സ്റ്റോക്ക് കേൾക്കണ പരിപാടിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണണ്ട.
എന്തായാലും അവർ ഇത് ചെക്ക് ചെയ്യട്ടെ. നമുക്ക് എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. യെസ്, അപ്പോൾ നമ്മുടെ ഈ കടയിലെ പരിപാടി തീർന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആജിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നമ്മൾ ഇൻസൈഡത്തെ കട കണ്ടിട്ടുണ്ടായില്ല, ഇവൻ എന്താ ഉള്ളിൽ പോയിട്ട് ചെയ്യണത്. അങ്ങനെ എനിക്ക് ആ ഉള്ളിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് അത് കാണിച്ചത്. ഞാൻ പറഞ്ഞാൽ ആ കടയിൽ ആൾക്കാരൊന്നും ഉണ്ടായില്ല അപ്പോൾ പോയ സമയത്ത്. അതുകൊണ്ട് ഇവൻ എന്താ ചെയ്യണത് സംഭവം നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റി. അപ്പോൾ ഇനി അടുത്തത് ഇനി ഒരു 5 കടയും കൂടി ഉണ്ട്. അപ്പോൾ ഇനി 5 കട നമുക്ക് പോവാം. ഇനി അതൊക്കെ ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. പിന്നെ അതിൻ്റെ പോണ വഴിക്ക് ഇനി കുറേ സാധനങ്ങളൊക്കെ കാണാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. പെട്ടെന്ന് കണ്ട കാഴ്ച കണ്ടാ. ഇപ്പോൾ ഈ റോട്ടിൽ പോണ വഴിക്ക് ഇവിടെ ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്യണ സ്ക്രീനിങ് സെൻറ്റർ അതാണ് സ്ക്രീനിങ് സെൻറ്റർ. അപ്പോൾ ഇവന് യൂ-ടേൺ എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്തു കൂടെ കാണാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ത്രൂ ടെസ്റ്റിംഗ് സെൻ്ററാണ് ഇതാ കാണുന്നത്. സംഭവം അടിപൊളിയാണ്. ഇവിടെ തിരക്കും കുറവാണ്, ഇവിടെ ഫ്രീ ആണ്. നോർമലി തിരക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ തിരക്ക് ഉണ്ടാറുണ്ടല്ലേ, നല്ല തിരക്കുണ്ടല്ലോ, ഫുൾ ക്യൂ ഉണ്ടാവും. ഈ ലൈൻ ഇപ്പം എന്താ പറയുക, അത് ഇപ്പം എന്താ പറയുക, കുറേ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം ചില തിരക്ക് കുറഞ്ഞതാണ്. ഇപ്പോൾ ഓബിയസ്ലി കുറേ ഈ ഏരിയാസിലൊക്കെ കവർ ആയതുകൊണ്ട് തിരക്ക് കുറഞ്ഞാണ്. അല്ലെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ ചുറ്റിവിടെ ഈ ഇതേപോലെ നമ്മൾ പോകുന്ന റൂട്ടില്ലേ, ഈ റൂട്ടിലുണ്ടാവും. ഡ്രൈവ് ത്രൂ ആണല്ലേ ഇത്. ഡ്രൈവ് ത്രൂ. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോവാം, ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കാം അല്ലേ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് തന്നെ വേണ്ടി എൻട്രൻസിലേക്കുള്ള ബൈക്കുണ്ട്. ഇതാണല്ലോ എൻട്രൻസ്. ഈ വഴി ഇങ്ങനെ പോയിട്ടാണ് ഈ ഡ്രൈവ് ത്രൂലോട്ട് കയറുന്നത്. ഡ്രൈവ് ത്രൂ കോവിഡ് ടെസ്റ്റ് സെൻറ്റർ ദുബായിൽ കവനീജിലുള്ളത് കണ്ടില്ലേ, ഇതാണത്. ഈ നേരെ കാണുന്നത് ആണ് കവനീജിലുള്ള ഡ്രൈവ് ത്രൂ കോവിഡ് ടെസ്റ്റ് സെൻറ്റർ. ഇവിടെ നേരെ പോകണം. ഇതൊക്കെ ഇവർ ഇപ്പോൾ ഈ കണ്ടില്ലേ റോഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓണ വഴിക്ക് ഇപ്പോൾ നമ്മളൊരു സാധനം കൂടി കണ്ട്, ഖുറാനിക് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. സംഭവം കിഡിലോൺ. നമ്മുടെ ഈ ഖുർആനെ പറ്റിയും ഇസ്ലാമിനെ പറ്റി മുസ്ലിങ്ങളുടെ ഇതൊക്കെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിപ്പിച്ചു തരും. നമുക്ക് അറിയാൻ പറ്റും കുറേ കാര്യങ്ങളൊക്കെ. അതുപോലത്തെ ഒരു പാർക്കാണിത്. അത് എന്തായാലും വന്ന് കാണിക്കാം. ഒരു വീഡിയോ മൊത്തം ഒരു ബ്ലോഗ് തന്നെ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. നമുക്ക് എന്തായാലും അതൊക്കെ ചെയ്യാം. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചിട്ട് ഇപ്പോൾ കാണിച്ചെന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നില്ലേ കുറച്ച് നേരം മുമ്പ്, ഈ ഏരിയ ഫുള്ള് അറബി വീടുകളാണ്. കണ്ടില്ലേ, ഇതൊക്കെ കിടിലം വീടാണ് കേട്ടോ. ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. കുറേ വീടുകൾ ഇവിടെ പണിയുണ്ട്. ഇത് പണിയാണ്. കണ്ടില്ലേ, ഇപ്പുറത്തൊക്കെ കണ്ടില്ലേ ഫുൾ പനമരമൊക്കെ ആയിട്ട് വീടൊക്കെ കിട്ടില്ലോട്ടെ. ഇഷ്ടംമാതിരി വീടുകളുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ 2-3 പേരുണ്ടാവുള്ളൂ താമസിക്കാൻ. പറയാൻ പറ്റൂല എത്ര പേരുണ്ടാവും. പിന്നെ കുറേ വീടുകൾ പണിയുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി വീടുകളുണ്ട് കേട്ടോ. ഫുൾ അറബിക് ഏരിയയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നീവം പോയിട്ട് പറ്റേ. പോയിട്ട് വരുമെന്നോ. നമ്മളപ്പോൾ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു ഈ കട. നമ്മളിപ്പോൾ റിവൈസ് എടുത്ത് ബാക്കിലോട്ട് പോയി. ആ ഇടക്കിടക്ക് നീ ഇതുപോലെ ചാടിക്കുന്നുണ്ടാ, എനിക്ക് ഇഷ്ടപ്പെടുന്നതാ. റോഡ് വണ്ടി ഉണ്ടാവും, അതിനനുസരിച്ച് ബ്രേക്കൊക്കെ ഓട്ടണം. വെറുതെ അല്ല ബ്രേക്ക് വെച്ചത്. നല്ല വെയിലുണ്ടല്ലേ. ആർക്കും ഒരു ബോധവും വെളിവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓണ വഴിക്ക് കണ്ടതാണ് ലാസ്റ്റ് എക്സിറ്റ്. ഇതിപ്പോൾ ഉള്ളത് എവിടെയാണ്? കവനീജിൻ്റെ ഏരിയ, കവനീജ് മിസറോ. ഈ ലാസ്റ്റ് എക്സിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും ഫുഡ് ട്രക്ക് റെസ്റ്റോറൻറ്റ്സ് ആണ്. കണ്ടില്ല, എല്ലാ സൈഡും ഫുഡ് ട്രക്കാണ്. കുറച്ചുകൂടി അടുത്ത് പോണ ആവശ്യമൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ.
വെറൈറ്റി ഫുഡ് ട്രക്ക് പാല് കൊടുത്തനാളെ മറ്റേ ഈ ലോക്ക് കിട്ടുന്ന കാലം ആക്കിയിട്ട് ലവ് ലോക്ക് അല്ലേ ഇഷ്ടംമാതിരി ഫുഡ് ട്രക്കുള്ള റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. ഇവിടെയൊക്കെ വരുന്നതായിരിക്കും ഞാൻ ഉടനെ തന്നെ. അപ്പോൾ ആശിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാൻ പറ്റി. ഈവനിങ് ഭാഗത്തേക്ക് വന്നിട്ട് കാര്യമില്ല, ഭയങ്കര അതന്നെ. അപ്പോൾ നമുക്കിത് കാര്യമായിട്ട് വേറെ ഒരു ദിവസം വന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഇവരുടെ ഈ വഴി വന്നപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ നിന്ന് വിടുവാണ്. നമ്മൾ പറഞ്ഞില്ലേ നമ്മളൊരു വയനാട്ടിൽ പോകുന്നു. വയനാട് ഉദ്ദേശിച്ചത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം അത്രേ ഉള്ളൂ കേട്ടോ. അതന്നെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 2 സൈഡിലും ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ദുബായിൽ കാണണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലമൊക്കെ റെയറാണ്. റോഡിൻ്റെ 2 സൈഡിലും മരങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് അൽബരാരി എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്, അവിടെയാണ് ഉള്ളത് ഇത് കേട്ടോ. യെസ്, നമ്മളിപ്പോൾ അവസാനത്തെ കടയല്ല, സെക്കൻഡ് ലാസ്റ്റ് കടയും കൊടുത്തു കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഇപ്പോൾ ഇനി ഒരു ലാസ്റ്റ് ഡെലിവറിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ആഷിക്കിൻ്റെ ദിവസം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ലാസ്റ്റ് കടയിൽ കൂടി പോയി കഴിഞ്ഞാൽ ദിവസം കഴിക്കാനോ? അപ്പോൾ നാളെ അത് നിനക്ക് നാളെ, എനിക്കില്ലല്ലോ. വണ്ടിയാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഇനി അവസാനത്തെ കടയിൽ കൂടി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മളെത്തിയിരിക്കുകയാണ്. ആഷിഖ് ലാസ്റ്റ് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? അപ്പോൾ പോയിട്ട് വരി, പെട്ടെന്ന് വരി. ക്ഷീണുണ്ടോ? ക്ഷീണമൊന്നുമില്ലല്ലോ. നീ ഒന്ന് പോയിട്ട് കാട്ടനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ വീഡിയോ അവസാനത്തോടായി, ലാസ്റ്റ് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ആഷിക്കിലൂടെ ഇന്നൊരു ദിവസം നമുക്ക് തന്നതിന് ഇവരെ കൂട്ടിയ ഒരു പ്ലസ് പോയിന്റ്, അവർ ഡെലിവറി റിട്ടേൺ ആയി. വെറുതെ ഇതൊക്കെ പറയരുത്, നശിപ്പിച്ചെല്ലാം കഴിഞ്ഞ്. എന്റെ ഒരു ഡെലിവറി റിട്ടേൺ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അതിപ്പോ ആദ്യമായിട്ട് സാധനം ഇപ്പൊ ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ കാരണം നീ വെറുതെ നശിപ്പിച്ച് വണ്ടി എല്ലാം കാര്യമായിട്ടോ. ആ പെൻഡിങ് ഉള്ള സാധനം കേട്ടോ. അവിടെ കിടക്കുന്ന 4 ഘട്ടമുണ്ട്. ആകെ ഒറ്റ റിട്ടേൺ ആയത്. അപ്പോൾ ഇന്ന് ആകെ ഒരു റിട്ടേൺ വന്നിട്ടുള്ളൂ. അത് അവൻ എൻ്റെ മേത്ത് ഇട്ടതാണ്, വെറുതെ ഉണ്ടാ. അപ്പോൾ മതി, വേണ്ട കാണിക്കണ്ട, അതൊന്നും വേണ്ട. എൻ്റെ പൊന്നാശിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെയിൽസ്മാൻ്റെ ജോലി എന്താണെന്ന് ഞാൻ കാണിച്ചാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എന്തോ ചെയ്യാൻ തോന്നി, അങ്ങനെ കാണിച്ചു ഞാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിർത്തുവാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. അതന്നെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ബെൽ ബട്ടൺ ഒന്ന് കുത്തണം. ബെൽ ബട്ടൺ കുത്തണം. എന്നാലേ അടുത്ത വീഡിയോ വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും സൈനിങ് ഓഫ്. ബൈ ബൈ. ക്യാമറമാൻ ബിലാലിനൊപ്പം ആഷിഖ്. അപ്പോൾ ബൈ ബൈ ട്ടാ, അടുത്ത വീഡിയോയിൽ കാണാം.